പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചൊവ്വാഴ്ച ദിനം ഇന്ന് നോക്കിയാൽ ഒരു പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നല്ല, 2 റിക്വസ്റ്റുകളുണ്ട്. ഒന്ന്, നമ്മുടെ സെൻറ്ററിൽ നിന്ന് എടത്തിരിഞ്ഞി കോൺവെൻറ്റ് സ്കൂളിലെ ബഹുമാനപ്പെട്ട ഒരു 40ഓളം വരുന്ന ടീച്ചേഴ്സ്, അധ്യാപകർ, അവർ വർഷാരംഭ, അത് പുതിയ അക്കാഡമിക് ഇയറിന് മുന്നോടിയായിട്ട് അവർ വന്ന് നമ്മുടെ ഒരു 1 ഡേ പ്രോഗ്രാം, ഒരു പ്രാർത്ഥനയും ജപ കുർബാനയും കുമ്പസാരയ്ക്ക് ഏറ്റൊരു 1 ഡേ പ്രോഗ്രാം, വചന ശുശ്രൂഷയും നിങ്ങൾ പ്രത്യേകമായിട്ട് അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അധ്യാപകർ ഒരു കുട്ടികളെ പരിശീലിപ്പിക്കുന്നവരല്ലേ. ശരിക്കും നമ്മുടെ മക്കളെ ശരിക്കും അഭിഷേകത്തിൽ വളർത്താനായിട്ട് അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ഇത് പല സ്ഥലങ്ങളിലും അച്ഛൻ അറിയാം ഇങ്ങനെയുള്ള ശുശ്രൂഷ ടീച്ചേഴ്സിന് ഒരുക്കമായിട്ട് ശുശ്രൂഷകൾ നടത്തപ്പെടുന്നുണ്ട്. അച്ഛൻ ഇന്ന് ഈ എടത്തിരിഞ്ഞി സ്കൂളിലെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം കേട്ടോ. പിന്നെ ഇന്ന് വൈകിട്ട് 6 തുടങ്ങി 8 വരെ നമ്മുടെ സെനക്കിൾ പ്രയർ, നമ്മുടെ സെൻറ്ററിൽ വെച്ച് വൈദികരുടെ സെനക്കിൾ പ്രയറാണ്. അപ്പോൾ ഞങ്ങൾ 4-5 അച്ഛന്മാരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. 3-മത്തെ, നാളെ ബുധനാഴ്ച പുലർച്ചെ ഞങ്ങൾ ഷാലോമിൽ, ഞാനും ടിജോച്ചനും കൂടി ഷാലോമിൽ റെക്കോർഡിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല, മറന്നിരിക്കും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 3:12, 3-ാമത്തെ അധ്യായം നമുക്കറിയാലോ, മുടന്തന സൗഖ്യം നൽകുന്നത്. അപ്പോൾ അവരാകെ, കാരണം പത്രോസും യോഹന്നാനും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ പോലെ അത്ഭുതകരമായിട്ട്. അപ്പോൾ ശരിക്കും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് പറയുന്നത്. 12-ാമത്തെ വാക്യതാണ്. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനെ ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുകൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അതായത് ഈ ജനങ്ങളോ, ഈ പത്രോസ് ഭയങ്കരനാണ്, ഈ യോഹന്നാൻ ഭയങ്കരനാണ്, ഈ രീതിയിൽ നോക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങളുടെ കഴിവല്ല യേശു നാമം. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ആൾ ദൈവമാവാനായിട്ട് പറ്റിയൊരവസരമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് ശരിക്കും തുടർന്ന് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗമൊക്കെയാണ്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ച് നോക്കട്ടെ സഹോദരങ്ങളെ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, യേശു തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ, തൻ്റെ പുരോഹിതരിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ അനുഗ്രഹിക്കും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഒരു പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കില്ലേ. നമ്മളെ സെൻറ്റ് മേരീസിലെ ഈ വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു 1 ഡേ ശുശ്രൂഷയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതിൻ്റെ പുറകിലൊക്കെ നമ്മൾ അതിൻ്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 9 മണി തുടങ്ങി 4 മണി വരെയുള്ളൊരു ശുശ്രൂഷയാണ് കുട്ടികൾക്ക് വേണ്ടി. 6-ാം ക്ലാസ് തുടങ്ങി 12-ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ടുള്ള ശുശ്രൂഷയാണ്. അതിൽ മറ്റേ രജിസ്ട്രേഷൻ ഫീ ഇതൊന്നുമില്ല. അവർക്ക് ഭക്ഷണം, ഉച്ചയ്ക്ക് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം നമ്മൾ കൊടുക്കും. പിന്നെ കുമ്പസാരിപ്പിക്കും, അതുപോലെ തന്നെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും, വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും, ആരാധന ഉണ്ടായിരിക്കും. അവർ ശരിക്കും തീപ്പന്തങ്ങളായിട്ട് ഒരു ജൂൺ 1 ഒരു തീപ്പന്തമാണ്. ശനിയാഴ്ചയാണ്, ശനി ഞായർ തിങ്കളാഴ്ച ആയിരിക്കും മിക്കവാറും സ്കൂൾ തുറക്കുന്നത്. പക്ഷേ അവർ ഈ ജൂൺ 1 പ്രവേശിക്കുമ്പോൾ ഒരു അഭിഷേകത്തോടെ വേണം ജൂൺ 1 അവർ പ്രഭാതത്തിൽ ശനിയാഴ്ച ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടേക്കണം കേട്ടോ. അതിനേക്കുള്ളിട്ട് ശക്തമായിട്ട് പിള്ളേർക്ക് വേണ്ടി കൃപയിലും വിശുദ്ധിയിലും കുട്ടികൾ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.